എല്ലാ സ്ഥാനാർത്ഥികളെയും നമുക്ക് ഓരോ പ്രദേശത്തും വളരെയധികം സ്ക്രൂട്ടനൈസ് ചെയ്ത് ഏറ്റവും ജനപിന്തുണയും അതോടൊപ്പം തന്നെ വിജയസാധ്യതയും നോക്കിയാണ് നമ്മൾ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചിട്ടുള്ളത്. വലിയ ഒരു ആത്മവിശ്വാസം ഞങ്ങൾക്കെല്ലാമുണ്ട്. ഇടതുപക്ഷം LDF ഒറ്റക്കെട്ടായിട്ട് ഈ പ്രദേശങ്ങളിലെല്ലാം പോകുന്നു. മാത്രമല്ല വിജയസാധ്യത എല്ലാ സീറ്റുകളിലും, അത് എല്ലാ സീറ്റുകളിലും ഒരു സീറ്റ് പോലും ഞാൻ കരുതുന്നില്ല പിന്നോക്കം പോകുന്ന എല്ലാ സീറ്റുകളിലും വിജയസാധ്യത ഉള്ളത് തന്നെയാണ്. ഓരോ നരേറ്റീവും നമുക്കറിയാം. ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ വരുമ്പോൾ പല നരേറ്റീവ് കൊണ്ടുവരാൻ പലതും പ്രതിപക്ഷം ശ്രമിക്കും, ശത്രുക്കൾ ശ്രമിക്കും, അത് ഓരോ സ്ഥലത്തും ശ്രമിക്കും. പാലായിലും കൊണ്ടുവരും, ഇങ്ങനെയുള്ള നരേറ്റീവ് കൊണ്ടുവരുമല്ലോ. ഇത്രയും നാളെ നരേറ്റീവ് കൊണ്ടുവരും. ഇതെല്ലാം നോക്കിയും എറണാകുളത്ത് ജില്ലാ പ്രസിഡന്റ് ടോമി ജോസഫ് തന്നെയാണ് രാജി പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിയോജകമണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്. ടോമി ജോസഫാണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കുന്നത്. ഞാൻ പറഞ്ഞത്, ടോമി ജോസഫ് നല്ലൊരു പ്രവർത്തകനാണ്, ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ചില കാര്യങ്ങൾ, നമുക്ക് ചില ആഗ്രഹങ്ങൾ ചിലവർക്ക് കാണും. നമുക്ക് ആഗ്രഹങ്ങൾ നിറവേറ്റാൻ കഴിയാതെ പോയിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എന്തെങ്കിലും വിഷമങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാനായിട്ട് ശ്രമിക്കും. 13 സീറ്റ് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു, അതിലേക്ക് എത്തിയിട്ടുണ്ടോ? ഇനി അത് കിട്ടാനുള്ള 13 സീറ്റ് ഇപ്പോഴും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. അതിനുള്ള ചില കാര്യങ്ങൾ ഇപ്പോൾ ഞങ്ങൾ AKG സെന്ററുമായിട്ട് ചർച്ച ചെയ്തു. ഏതൊക്കെയാലും 12 സീറ്റ്, അതാണ് അല്പം താമസിച്ചു പോയത്. 12 സീറ്റ് നിങ്ങൾ പ്രഖ്യാപിക്കൂ, അത് കഴിഞ്ഞ് നീക്കുപോക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് ശ്രമങ്ങൾ തുടരുന്നു. അത് എവിടെയും ആകാം. തിരുവനന്തപുരം സെൻട്രൽ തൊട്ട് കാസർഗോഡ് സെൻട്രൽ വരെ എവിടെയാണെങ്കിലും ഇല്ലാത്തൊരു സാഹചര്യമാണ്. ഷോൺ ജോർജ് സ്ഥാനാർത്ഥിയാകുന്നു, മാനസി കാപ്പനുണ്ട്. അങ്ങനെ ത്രികോണ മത്സരമാണ് പാലായിൽ ഏറ്റവും ഹൈലൈറ്റ് പോരാട്ടം. അത് എല്ലായിടത്തും ത്രികോണ മത്സരം ഉണ്ടല്ലോ. എല്ലായിടത്തും മിക്കവാറും ഉള്ളിടത്തൊക്കെ NDAയും ഉണ്ട്. അത് അവർക്ക് എവിടെയെങ്കിലും നമുക്ക് മത്സരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ ഒരു പ്രസൻസ് കാണിക്കണമല്ലോ. അതിപ്പോൾ എല്ലായിടത്തും ഉണ്ട്. അതായിട്ട് കണ്ടാൽ മതി. പിന്നെ ഞാനിവിടെ പറഞ്ഞു, ഒത്തിരി വാഗ്ദാനങ്ങൾ പുറകെ വരും. ആ വാഗ്ദാനത്തിൽ ഈ 10 വർഷത്തിൻ്റെ ഏതെങ്കിലും അതൊന്ന് നിറവേറ്റിയോന്ന് മാത്രം നമ്മുടെ ആളുകളൊന്ന് നോക്കിയാൽ മതി. പാലായിലെ പ്രതീക്ഷ നിങ്ങൾ തന്നെ പറയാം എന്താണെന്നുള്ളത്. നിങ്ങൾക്കെല്ലാം അറിയാം. ഒരു കുഴപ്പമില്ല. പാലായിൽ അത് പ്രതീക്ഷയല്ല, വിജയിച്ചിരിക്കുന്നു. ഈ ട്രെൻഡ് 3.0 എന്നുള്ളത് തന്നെയാണോ ട്രെൻഡ്? അത് സംശയമില്ലല്ലോ. നമ്മളിപ്പോൾ എന്നാ ചോദിച്ചാൽ, ഇപ്പോൾ ഞാൻ പ്രതിപക്ഷത്തിനോട് ചോദിച്ചോട്ടെ, ഈ വികസനത്തിൽ ഇനി എന്താണ് മറിച്ച് ഏതെങ്കിലും ഒരു വികസനം വേണ്ടാന്ന് പറയുന്നുണ്ടോ? ഏതെങ്കിലും വികസനം ഇനി അത് ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്ന് പറയുന്നുണ്ടോ? എടുത്ത് പരിശോധിക്കട്ടെ. കഴിഞ്ഞ 5 വർഷക്കാലമായി ഇത്രയും വികസനം നടത്തിയ കേരള ചരിത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് പറഞ്ഞോട്ടെ. ഇനിയും ബൃഹത്തായ പദ്ധതികൾ പൂർത്തീകരിക്കാനുണ്ട്. അപ്പോൾ അടുത്ത ഒരു സ്റ്റേം കൂടെ കിട്ടി അതെല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയും.